ഫേസ്ബുക്കിൽ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട 2-3 പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിർബന്ധമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിലും ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കണം. അതായത് നമ്മളൊരു ഫേസ്ബുക്ക് ID തുടങ്ങുമ്പോൾ തന്നെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അതിൽ നമ്മൾ ഫോൺ നമ്പർ, മെയിൽ ID ഒക്കെ കൊടുക്കാറില്ലേ? ഇത് മറ്റുള്ളവർക്ക് ദുരുപയോഗം ചെയ്യാനും കൂടി സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. അതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സ് ലിസ്റ്റ് അതും മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തടയാനുള്ള സെറ്റിംഗ്സ് ഫേസ്ബുക്കിന്റെ അകത്ത് തന്നെയുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും ഫീമെയിൽ ആയ ആളുകൾ, അതായത് വീട്ടമ്മമാരൊക്കെ ഫേസ്ബുക്ക് തുടങ്ങിയ അപ്പോൾ തന്നെ അവർക്ക് ഒരുപാട് കോളുകൾ നിരന്തരമായിട്ട് വന്നിട്ട് ശല്യപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് മെയിലുകൾ അവർക്ക് വരും. അതുപോലെ തന്നെ ആ നമ്പർ വെച്ചിട്ടുള്ള വാട്സാപ്പിലും ഒരുപാട് കോളുകൾ, മെസ്സേജുകളൊക്കെ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടാകും. അതൊക്കെ ഈ ഒരു സെറ്റിംഗ്സ് മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇതെങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ സാധാരണ പോലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇടതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ അബൌട്ട് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് ലിസ്റ്റ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സീ ഓൾ അബൌട്ട് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ കൊടുത്ത മെയിൽ ID, അതുപോലെ തന്നെ അതിൽ കൊടുത്ത ഫോൺ നമ്പർ, നമ്മൾ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം മറ്റുള്ളവർക്ക് കാണാനും ദുരുപയോഗം ചെയ്യാനും സാധിക്കും. ഇനി അതൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും. ഇനി അങ്ങനെ കാണുന്നില്ല എങ്കിൽ നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും രണ്ടും ഒരേ സെറ്റിംഗ്സ് തന്നെയാണ്. ഞാനിപ്പോൾ ആദ്യത്തെ സെറ്റിംഗ്സ് തന്നെ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് താഴേക്ക് വരാം. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഓഡിയൻസ് ആൻഡ് വിസിബിലിറ്റി എന്ന ഓപ്ഷൻ. അവിടെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഹൗ പീപ്പിൾ ആൻഡ് ഫൈൻഡ് കോൺടാക്ട് യു എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ മുകളിൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഹൂ ക്യാൻ സെൻഡ് യുവർ ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എവരിവൺ തന്നെയാണ് നല്ലത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ എല്ലാവരും അയക്കണമല്ലോ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ, ഹൂ ക്യാൻ സീ യുവർ ഫ്രണ്ട് ലിസ്റ്റ് എന്ന ഭാഗം. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പബ്ലിക് എന്ന ഭാഗത്താണ് ഉള്ളതെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ ഓൺലി മീ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ പബ്ലിക് എന്ന ഭാഗത്തേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് ആരും കാണണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഓൺലി മീ എന്ന ഭാഗത്ത് തന്നെ മാറ്റി കൊടുക്കുക. എന്നിട്ട് സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഓപ്ഷൻ, ഇവിടെ പീപ്പിൾ വിത്ത് യുവർ ഇമെയിൽ അഡ്രസ് എന്ന ഭാഗം. അവിടെയും ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന നോ വൺ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. കാരണം നിങ്ങൾ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മെയിൽ ID മറ്റുള്ളവർ കാണാതിരിക്കാനും ദുരുപയോഗം ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഇവിടെ സേവ് കൊടുക്കുക. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ കാണാൻ സാധിക്കും പീപ്പിൾ വിത്ത് യുവർ ഫോൺ നമ്പർ എന്ന ഭാഗം. അവിടെയും ക്ലിക്ക് ചെയ്തിട്ട് നോ വൺ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഫേസ്ബുക്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോൺ നമ്പർ അതും മറ്റുള്ളവർ കാണാതിരിക്കാനും ദുരുപയോഗം ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ട പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.